അല്ല, നിങ്ങളുടെ പേരെന്താണ്? അഥവാ നാം പറഞ്ഞാലോ, ഈ നാം ഷഹൻഷാ ഇസ്സൽത്തനത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് ആണെന്ന്. അപ്പോഴോ? എന്നാൽ ഞാൻ പറയും, ഞാൻ രാജാവ് പാർവലാണെന്ന്. അപ്പോഴേ ജലാലുദ്ദീൻ മുഹമ്മദ് ഒറ്റയ്ക്കാണോ? അതെന്താ, ഒറ്റയ്ക്ക് വരാൻ കഴിയില്ലേ? രജപുത്രന്മാരുടെ സ്ഥലത്തേക്ക് കടക്കുകയും ഇത്ര എളുപ്പത്തിൽ ജലപാനം ചെയ്യുന്നതും അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. അതുപോലെ മുഗളന്മാരെ വകവരുത്തുന്നതും അത്ര എളുപ്പമൊന്നുമല്ല. എപ്രകാരം കടാരയുടെ ക്ലാവ് മാറ്റുന്നതിനായി നമുക്ക് കല്ല് ആവശ്യമായിട്ടുണ്ടോ, അതുപോലെ തന്നെ തലച്ചോറിന്റെ ക്ലാവ് മാറ്റുന്നതിനും ചിന്തിക്കണം. ജലാലിന് ഇവിടെ ഒറ്റയ്ക്ക് വരാൻ സാധിക്കും സഹോദര. ഉത്തരവ് പോലെ മുഗളന്മാരുടെ ഷഹൻഷാ ജലാലുദ്ദീൻ മുഹമ്മദ് പ്രഭു. അമീറിലെ കൊട്ടാരം ദീപങ്ങളാൽ പ്രകാശഭരിതമായിരുന്നു. എന്നാൽ ജോധയുടെ മനസ്സിൽ ഇരുട്ടായിരുന്നു. നാലുപാടും ഗണഗോർ ഉത്സവം നടക്കുന്നു. എന്നാൽ ജോധയുടെ മനസ്സിൽ ദുഃഖം നിറഞ്ഞു നിന്നു. ജോധയുടെ അച്ഛനും അമ്മയും സ്വന്തം തീരുമാനത്തിൽ സന്തുഷ്ടരായിരുന്നു. എന്നാൽ സുകന്യ ആളിക്കത്തുന്ന ദീപത്തോടൊപ്പം എരിയുകയായിരുന്നു. ജോധയുടെ പക്കൽ ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, രാജാവ് സൂര്യഭാൻ. അന്ന് രാത്രി ജോധ ഒരു മര്യാദ കൂടി ലംഘിക്കുകയുണ്ടായി. അന്ന് രാത്രി അവൾ രാജാവ് സൂര്യഭാനെ സ്വന്തം കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? എനിക്ക് സന്ദേശം അയച്ചിരുന്നു അല്ലേ? അതെ. വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ കാണുന്നത് രജപുത്രരുടെ രീതികൾക്കെതിരാണ്. പറയൂ. അങ്ങീ വിവാഹത്തിൽ സന്തുഷ്ടനാണോ? ഇതേ ചോദ്യം ഞാൻ അവിടത്തോട് ചോദിച്ചാലോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഉത്തരം അല്ല എന്നാണ്. അതെന്താ? കാരണം സുകന്യ എന്റെ കുഞ്ഞനുജത്തി, അവൾ അങ്ങേ ഇഷ്ടപ്പെടുന്നുണ്ട്. അന്ന് എന്റേതാണെന്നും പറഞ്ഞൊരു മാല എനിക്ക് തിരിച്ചു തന്നില്ലേ, അതെന്റേതല്ലായിരുന്നു. പിന്നെ ആരെയാണോ അന്ന് അങ്ങ് കാണാൻ ഇടയായത്, അതും ഞാനല്ലായിരുന്നു. പക്ഷെ ഞാൻ ആരെയാണോ സ്നേഹിച്ചത് അത് അവിടെ നിന്നായിരുന്നു ജോധ. പക്ഷെ നമ്മുടെ അനുജത്തിയുടെ സന്തോഷത്തെ എങ്ങനെ തട്ടിയെടുക്കും? എന്നാൽ സന്തോഷം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. എന്താ? നാം അവിടുത്തെ ഇഷ്ടപ്പെടുന്നുവെന്ന് അവൾ എന്തായാലും മനസ്സിലാക്കിയ സ്ഥിതിക്ക് സുകന്യകുമാരി എന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കൂ. ഒരു മാലയ്ക്ക് പകരം മറ്റൊരു മാല ലഭിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു വ്യക്തിക്ക് പകരം മറ്റൊരു വ്യക്തിയാകുന്നതോ, അതൊരിക്കലും അംഗീകരിക്കാനാകില്ല ജോധ. അവിടുത്തെ അച്ഛൻ്റെ തീരുമാനം ദയവേത് അവിടെ നിന്ന് അംഗീകരിക്കുക. മറ്റ് തീരുമാനങ്ങൾക്കുള്ള സമയം വൈകിയിരിക്കുന്നു. വൈകിപ്പോയെന്നോ? ഇപ്പൊ അങ്ങ് ഇവിടുന്ന് പോയിക്കോളൂ. അതെ, പോകുകയാണ്. പക്ഷെ അവസാനമായി ഒന്നുകൂടി പറഞ്ഞിട്ട്, ഈ രീതിയിൽ കുമാരി ഒരിക്കലും ചിന്തിക്കരുത്. നാമും അവിടെ നിന്നും തമ്മിലുള്ള ബന്ധം ഒരിക്കലും രാജകീയ നേട്ടങ്ങൾക്കല്ല. നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം പ്രണയമാണ് ജോധ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം അമീറിലുണ്ട്. എപ്പോഴും അവിടെ നിന്നെ കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് വേണ്ടി ഇന്നും അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ജോധയെ മാത്രമായിരിക്കും കാണുക. വിവാഹം എന്നത് പവിത്രമായൊരു കർമ്മമാണ് ജോധ.
ഇനിയുള്ള തീരുമാനം നമ്മുടെ കൈകളിൽ മാത്രമാണ്. ഈ പ്രണയത്തിന് സാഫല്യം ലഭിച്ചില്ലെങ്കിൽ ഈ സൂര്യഭാൻ ഗണഗോർ ഉത്സവം അതിന്റെ പാരമ്യത്തിലായിരുന്നു. ഒരു നിമിഷത്തേക്ക് ജലാൽ മറന്നുപോയി അദ്ദേഹം ശത്രുക്കളുടെ രാജ്യത്താണെന്ന്. അദ്ദേഹം അമീറിന്റെ മനോഹാരിതയിൽ ലയിച്ചു നിന്നുപോയി. അപ്പോഴും ജലാലിന്റെ കണ്ണുകൾ അമീറിൽ ആരെയോ തിരയുകയായിരുന്നു. അവിടെ ജലാൽ കഴിഞ്ഞത് ഒരു ലോകത്തായിരുന്നു. ഇവിടെ മറ്റൊരു ലോകമാണ്. ഇവിടെയാണ് ജോധ കഴിയുന്നത്. ശ്രദ്ധിക്കുക, അമീറിലെ രാജകുടുംബാംഗങ്ങൾ ഘോഷയാത്രയായി വരികയാണ്. ശ്രദ്ധിക്കുക, റാണി മേനാവതി, രാജകുമാരി സുകന്യ, രാജകുമാരി ജോധ, രാജകുമാരി സുകന്യ, രാജകുമാരി ജോധ, രാജകുമാരി ജോധ. രഗിസ്ഥാനിലെ പനിനീർപ്പൂവ് പോലെയാണ് കുമാരി. അത്രയും സൗന്ദര്യമുള്ളവളാണ്. അവൾ എപ്പോഴെങ്കിലും എന്റെ മുന്നിൽ വന്നാൽ ഞാൻ എന്നെ തന്നെ നൽകി അവളെ സ്വന്തമാക്കും ഷഹൻഷാ. കണ്ണുകൾ സ്തബ്ധമായി. ശ്വാസം നിലച്ചുപോയി. സ്വയം മറന്നുപോയി ജലാൽ. ജോധയുടെ മനോഹരമായ പുഞ്ചിരി, സുന്ദരമായ മുഖം, അതെല്ലാം കണ്ട് ജലാൽ സ്വയം മറന്നുപോയിരുന്നു. ആ സമയം ചരിത്രം തന്റെ കഥയിൽ ജോധയെയും അക്ബറിനെയും ബന്ധിച്ചു കഴിഞ്ഞിരുന്നു. അവൾ അവിടെ എത്തേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
എന്തിനാ വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നത് സഹോദര? ഞാൻ രാജാവ് സൂര്യപാന്റെ ഒപ്പം വന്നതാണ്. ക്ഷമിച്ചാലും പ്രഭു, ആവർത്തിക്കില്ല. ദീപം ഒഴുക്കൂ. ഞാൻ ഒഴിക്കാലും ഇല്ലെങ്കിലും എന്ത് കാര്യമാണുള്ളതമ്മേ? വിവാഹം നടക്കുന്നത് ജ്യോതിയുടേതല്ലേ? അപ്പോൾ അവൾ മാത്രം ചടങ്ങുകൾ ചെയ്യട്ടെ. അവൾ മുതിർന്നവളല്ലേ, ഞാൻ ഇളയോളുമല്ലേ. സുകന്യ, ഇതാ ഒഴുക്കിയിട്ടുണ്ട്, മതിയോ? അപ്പൊ പ്രാർത്ഥനയോ? എന്റെ ഗണഗോർ ദേവി, അഥവാ അവിടത്തേക്ക് ശരിക്കും ശക്തി ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ എന്നെ അനുജത്തിയെ ജനിപ്പിക്കരുത്. അത്രയുള്ളൂ. സന്തോഷായോ? നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ ജോധ. എന്നാലും ആചാരമനുസരിച്ചെല്ലാം ഭംഗിയായി നടക്കണം. പറയപ്പെടുന്നത് ദീപം ജലത്തിൽ ഒഴുക്കുമ്പോൾ ആ ദീപപ്രഭയിൽ ഒരു നിമിഷത്തേക്ക് നിനക്ക് നിന്റെ ഭാവി കാണാൻ സാധിക്കുമെന്നാണ്. ദീപം ഒഴുക്കൂ. അല്ലയോ ഗണഗോർ ദേവി? പറഞ്ഞാലും എന്താണ് എന്റെ വിധിയിലുള്ളത്? പെട്ടെന്ന് ഈ പേമാരി ഉണ്ടായത് എങ്ങനെയാ? ജോധ, വേഗം വരൂ. ഗംഗോറിന്റെ സമയത്ത് അത് ചൈത്രമാസത്തിൽ മഴയോ? ഇത് നല്ല ശകുനമല്ല ജോധ. നല്ലത് ചിന്തിക്കൂ അമ്മേ. ഈശ്വരൻ അമ്മയുടെ പ്രാർത്ഥന കേട്ടു എന്ന് കരുതിക്കോളൂ. മഴയുടെ രൂപത്തിൽ നല്ലൊരു മറുപടി തന്നുവെന്ന്. ശരി ശരി, വരൂ പോകാം.
ജോധയുടെ ആ സൗന്ദര്യം ജലാലിനെ അവളെ നേടുക എന്ന മോഹത്തെ വർദ്ധിപ്പിച്ചിരുന്നു. അമീറിൽ സുന്ദരികളായ ധാരാളം പെൺകുട്ടികളുണ്ടായിരുന്നു. എന്നാൽ ജലാലിന് ആവശ്യം ജോധയെ മാത്രമായിരുന്നു. ജലാലിന് പോലും അറിയില്ലായിരുന്നു, മനുഷ്യൻ പലപ്പോഴും പലതും നേടുന്നതിന് സ്വയം മറന്നു പ്രവർത്തിക്കുമെന്ന്. ഇപ്പോൾ ജലാലിന്റെ മനസ്സിൽ ഒരേ ഒരു മോഹമേ ഉണ്ടായിരുന്നുള്ളൂ, ജോധയെ സ്വന്തമാക്കുക എന്നത്. ജലാലിന്റെ ലക്ഷ്യം ഉറച്ചതായിരുന്നു. ചരിത്രം അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി ശരിയായ സമയം വന്നെത്തുക മാത്രമാണ് ബാക്കിയുള്ളത്. ഇതൊന്ന് അണിഞ്ഞു നോക്കി. എന്റെ മുത്തശ്ശി, രാത്രി മുഴുവൻ ഞാൻ ഇതും അണിഞ്ഞിരുന്നാൽ എന്റെ കഴുത്ത് തന്നെ ഒടിഞ്ഞു പോകും. ഓഹോ, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ വളരെ സുന്ദരികളാ, ശരിക്കും ചീരത്തണ്ട് പോലെ. കണ്ടോ, ജലദോഷം വന്നല്ലോ. അത് തണുപ്പ് കൊണ്ട് വന്നതാ മാതാശ്രീ. രേവ, പുക കൊടുക്കൂ. നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറെ സമയമായി വിചാരിക്കുന്നു. ചോദിക്കട്ടെ? ചോദിക്കുന്നേ. എങ്കി പറയൂ, നീ ദീപം ജലത്തിൽ ഒഴുകിയപ്പോൾ എന്താണ് അതിൽ കണ്ടത്? ആ സമയത്ത് രാജാവ് സൂര്യഭാൻ സിംഗ് കൃത്യമായി നിന്റെ പിറകിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ജോധ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. നീ മിണ്ടാതിരിക്കൂ. കാരണം ആ സമയം നല്ല കാറ്റ് വീശിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മേൽമുണ്ട് താഴെ വീണു. പിന്നെ മുത്തശ്ശിക്ക് അറിയാമോ, അദ്ദേഹം അത് എടുക്കാൻ കുനിഞ്ഞ സമയത്താണ് ജോധ ദീപം ഒഴുക്കിയത്. നുണ. ഞാൻ അപ്പോൾ അദ്ദേഹത്തെ അവിടെ കണ്ടതാണ്, ജോധയുടെ തൊട്ടു പിറകിലായി തന്നെ. ജോധ, നീ പറയൂ, ജലത്തിൽ അദ്ദേഹത്തിന്റെ മുഖം നീ കണ്ടോ അതോ ഇല്ലയോ? ആ, നാം കണ്ടിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു രാജാ സൂര്യഭാൻ സിംഗ്? കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പമില്ലെന്ന് തോന്നിയുള്ളോ? പിന്നെന്തിനാ അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നത്? അതെ, നീ ഇവിടെ വിവാഹം കഴിപ്പിക്കുന്നേ. അതെ അതെ അതെ, അമ്മേ അമ്മേ അമ്മേ, എന്നെ അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നേ. എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. സുകന്യ, നീ ഇവിടുന്ന് പോകൂ ഇപ്പൊ തന്നെ. സുകന്യ, സുകന്യ, ഇതാ നിന്റെ കുപ്പിവളകൾ. എനിക്ക് വേണ്ട. നീ മനസ്സിലാക്കണം, ഞാൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് നിനക്ക് തന്നത്.